അപ്പോൾ ഗൈസ് ഇന്ന് കിഡിലൊരു ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നൂഡിൽസ് ഓംലേറ്റ് ഉണ്ടാക്കിയല്ലോ നമുക്ക്. അപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും നൂഡിൽസ് ഇഷ്ടമാണ്. അപ്പോൾ നൂഡിൽസ് ഓംലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ നൂഡിൽസ് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. വേവിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് സ്റ്റിക്കി പോലെ ആയിട്ട് വേവിക്കാൻ പാടില്ല. ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ മാറ്റി ഒന്ന് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഉണ്ടാക്കിയതുപോലെ കുറച്ച് മറിച്ചിടാനൊന്നും കിട്ടാണ്ടേ ആവും, ഒരുപാട് കനം കൂടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് നൂഡിൽസ് അങ്ങ് കോരിയിടാൻ പറ്റില്ല. നമുക്ക് ഓംലേറ്റ് പോലെ പെട്ടെന്ന് മറിച്ചിടാൻ കിട്ടത്തില്ല. അപ്പോൾ അത് പെട്ടെന്ന് മറിച്ചിടാനായിട്ട് ഒരുപാട് ഇതുപോലെ നിറച്ച് നൂഡിൽസ് എടുത്ത് ഇടാൻ പാടില്ല കേട്ടോ. കാരണം നമുക്ക് ഇത് കനം ഓംലേറ്റും കൂടി ആകുമ്പോഴത്തേക്ക് ഇത് പൊട്ടിപ്പോവേ, നമുക്ക് മറിച്ചിടാൻ കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഇത് ഉണ്ടാക്കിയത് ഇപ്പോൾ കാണുന്നത് ഫ്ലോപ്പായി എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോയി. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ പൊട്ടിപ്പോയി. അപ്പോൾ രണ്ടാമത്തെ ഉണ്ടാക്കിയത് പൊട്ടുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞ് സക്സസ്ഫുള്ളായിട്ട് മറിച്ചിട്ട് അതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. പിള്ളേർക്ക് മുട്ടയും ഓംലേറ്റും കൂടി ആകുമ്പോഴത്തേക്കും പിന്നെ നമ്മളധികം അതിൻ്റെ മസാലകളൊന്നും ചേർക്കുന്നില്ല. വേണമെങ്കിൽ കുറച്ചൊരു ഫ്ലേവറിന് ഒരു തുണ്ട് ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോ. അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിലും സാധാരണ മുട്ട പൊരിക്കുന്നത് പോലെ നമ്മൾ മുട്ടയ്ക്ക് ഉള്ളിയും മുളകും ഒക്കെ അരിഞ്ഞ് സാധാരണ ഉപ്പൊക്കെ ഇട്ട് അതുപോലെ ചെയ്താൽ മതി. അതിനകത്ത് നൂഡിൽസിൻ്റെ ആ മസാലയൊക്കെ തരില്ല, അതൊന്നും അധികം യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഇത് മാത്രം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വയറും നിറയും. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് നൂഡിൽസ് ഓംലേറ്റ് കേട്ടോ. അപ്പോൾ നൂഡിൽസ് ഓംലേറ്റ് ആദ്യം ഉണ്ടാക്കിയപ്പോൾ കുറച്ചൊക്കെ ശരിയായി വന്നതായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. പക്ഷേ വീഡിയോ എടുക്കുന്ന സമയത്ത് മറിച്ചിടാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. വേറൊന്നുമല്ല, നൂഡിൽസ് നമ്മൾ വേവിച്ചപ്പോൾ ഇച്ചിരി വേവ് കൂടിപ്പോയേ. അപ്പോൾ ഇങ്ങനെ ഇച്ചിരി ഒട്ടലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത് കിട്ടാണ്ടായത്. പക്ഷേ നമ്മളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. മുട്ടയും കൂടി ആകുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ്. അപ്പോൾ നൂഡിൽസ് ഓംലേറ്റ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതാ നല്ല ടേസ്റ്റിൻ്റെ പിള്ളേരൊക്കെ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സൂപ്പർ ടേസ്റ്റാണ്. എണ്ണ ഒഴിക്കുക, നൂഡിൽസ് ഇടുക. നൂഡിൽസ് ഇങ്ങനെ ഒട്ടണ രീതിയിൽ അത്രയ്ക്കും വേവണ്ട, കാരണം നമ്മൾ ഒന്നും കൂടി മുട്ടയിലിട്ട് വേവിക്കല്ലോ. അപ്പോൾ എൻ്റെ ഇച്ചിരി വേവ് കൂടിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ ബൈ. സൂപ്പർ രസം.